മനക്കട്ടിയുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണട്ടോ. മനക്കട്ടിയുള്ളൊരു വീഡിയോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു വീഡിയോസ് കണ്ടു കണ്ണ് നിറയും. നമ്മൾ ഈ വീഡിയോസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കും, പല ആൾക്കാരും പറയും, ചിലവർ റീച്ചിന് വേണ്ടിയൊക്കെയാണെന്ന് ചിന്തിക്കും. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാകും. സത്യമാണ്, നമുക്കിന്നറിയാലോ സോഷ്യൽ മീഡിയ തുറന്ന ഇതാണ് മൊത്തം. ഇത് കാണാൻ ഒരുപാട് പേര് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഒരേ ഒരു കാരണമുള്ളൂ. എന്താണെന്ന് വെച്ചാണല്ലോ, അവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ വീടുകളിലും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടു വയ്ക്കാനുള്ള ഒരു മനഃശക്തി നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടപ്പോൾ ആ ഒരു കുഞ്ഞു പൈതലിൻ്റെ മുഖത്ത് കാണിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു മിഠായി കൊടുക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള കൊച്ചു പിള്ളേർക്ക് നമ്മളൊരു മിഠായി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് സന്തോഷമായിരിക്കും. എന്നൊന്നുമില്ലാത്തൊരു സന്തോഷം അവരുടെ ഉള്ളിലേക്ക് എപ്പോഴും കയറി വരും, ഇല്ലേ? നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു കൊച്ചിന് ആ ഒരു മിഠായി കൊടുക്കുമ്പോൾ ആ കൊച്ചിൻ്റെ മുഖത്തുള്ള ഭാവം എന്താണ്? സങ്കടമാണ്, സന്തോഷമാണോ, അതോ ഭയമാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇന്ന് ലോകമെമ്പാടും ഇതിനെതിരെ പ്രതിഷേധത്തിൻ്റെ അങ്ങേയറ്റം നടത്തുന്നുണ്ടെങ്കിലും ഒരു പടി പിന്നോട്ട് പോലും ഇത് 10-12 എത്ര വർഷത്തോളമായി എന്നറിയുമോ? അവിടെ തീരാറായി, ജനങ്ങളില്ലാതെയായി. ഒരു മനുഷ്യനില്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥ. എന്നിട്ടും ഈ പറഞ്ഞ നരനായാട്ട് ചെയ്യുമ്പോൾ പല കുഞ്ഞുങ്ങളും കൺമുന്നിൽ കാണുന്നത് അവരുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കാണുന്ന ആ കുഞ്ഞുങ്ങളുടെ പല ഭാഗത്തേക്ക് തെറിച്ച് വീണ ശരീരഭാഗങ്ങളാണെന്നോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പല വീഡിയോസും നമുക്ക് കാണുമ്പോഴല്ലോ ഇന്ന് സഹിക്കുന്നതിലപ്പുറമാണ്. ഞാൻ ഒരു വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അത്രയും, ഞാൻ ഇതിപ്പോൾ തന്നെ അപ്പം തന്നെ എടുത്തിട്ട് ഇത് കാരണം വേറെ ഒന്നുമില്ലല്ലോ, അത്രയും നമുക്ക് സങ്കടം എന്നല്ലടാ, എന്തൊക്കെയോ ഒരു ഫീൽ നമ്മുടെ കൺമുന്നിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥ. ഈ ഒരു ജീവിതത്തിൽ നമ്മളിത് കാണണമെന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സങ്കടം. പലവരും സ്കിപ്പ് ചെയ്ത് പോവാണ്. കാരണം അവരെ കൊണ്ടൊന്നും സാധിക്കണില്ല, കണ്ടു നിൽക്കാൻ സാധിക്കണില്ല. നരിയാട്ട്. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഹീറോയാണ് ഇന്ന് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞിനാണ് ഈ ഗതി വരുന്ന. നായെ നീ എന്ത് ചെയ്യും? നിന്റെ കൺമുന്നിൽ നിന്റെ പിഞ്ചു കുഞ്ഞ് 4 പാടായി തെറിച്ച് കിടക്കുന്നത് നീ കണ്ട നിനക്ക് എന്തായിരിക്കും അവസ്ഥ? നീ നേരം വെളുക്കുമ്പോൾ നീ ജീവനോടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് നീ കിടന്നുറങ്ങുക. എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്ന ചിന്തിച്ചാണ് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. നിന്റെ കുടുംബമുണ്ട്, നിനക്ക് കുട്ടികളുണ്ട്, നിനക്ക് കൂടപ്പിറപ്പുകളുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് അലിഞ്ഞു തിരിഞ്ഞ് അവിടെ നടക്കുന്നുണ്ട്, ഇന്നോ നാളെ എന്ന് പറഞ്ഞുകൊണ്ട്. അവരൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. സപ്പോർട്ട് ചെയ്ത്, ഞാൻ പറയണം അവരൊന്നും പ്രതികരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയൂല. നിങ്ങൾ മിണ്ടാതിരിക്കുക, സപ്പോർട്ട് ചെയ്തില്ല. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇതിന് മുമ്പും കേരളത്തിൽ ഒരുപാട് പേര് പല അവസ്ഥകളും കണ്ടെന്താ, പല രാജ്യങ്ങളിലും പല തലങ്ങളിലും നമ്മൾ ടി വിയിലൂടെ കണ്ട് നമ്മൾ രസിച്ച കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലേക്ക് ഇപ്പോൾ പ്രളയം പോലത്തെ നിപ്പ അല്ലെങ്കിൽ കൊറോണ പോലത്തുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ്. അധികം നേരമൊന്നും വേണ്ട, എന്നും കൂടി ഒന്ന് ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി, ഞാൻ ആ വീഡിയോ ആക്കി പറഞ്ഞു. എന്താണെങ്കിലും മകളെ, എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് അവരുടെ ആ ഒരു കുടുക്കിൽ നിന്ന്, ആ നരനാരാട്ടിൽ നിന്നും അവർ രക്ഷപ്പെടട്ടെ എന്നല്ലാണ്ട് നമുക്കൊന്നും തന്നെ ഇവിടെ പറയാൻ ചെയ്യാനില്ല. നമ്മളൊക്കെ ഹെൽപ്ലെസ് ആണ് സത്യം പറഞ്ഞാൽ. നമുക്കിതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് മാത്രം നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു വീഡിയോ കെടുക്കുണ്ടാവോ, ഇതിൽ കെടുക്കുമോ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റും. കണ്ടവർക്ക് കണ്ട്, അത്രയേ ഉള്ളൂ. അതിന് മുന്നേ അവരെടുത്ത് കളയും.